ഷൈൻ ടോം ചാക്കോ ആ സെറ്റിൽ അയാളെ വായിൽ നിന്ന് വെള്ളപ്പൊടിയൊന്നും എന്ന് പറഞ്ഞാൽ കേസൊന്നും എടുക്കാൻ പറ്റില്ല. അത് ഗ്ലൂക്കോസ് തിന്നിട്ട് ചുമ വന്നപ്പോൾ ചുമച്ചതാണെങ്കിലോ. മലയാള സിനിമയിൽ അടുത്ത കാലത്ത് നോക്കിയോ, എല്ലും പല്ലും ഒക്കെ പോയി ദ്രവിച്ച് സ്വബോധമില്ലാതെ ഒരു 4-5 എണ്ണം ചാവും. അതുപോലെ തന്നെ ഇവർ പൊന്നാനിയിൽ എവിടെയോ കുട്ടിക്കാലത്ത് ഒന്നിച്ച് വർഷങ്ങളോളം താമസിച്ചവർ 2 കുടുംബം. അപ്പോൾ വിൻസിയായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം വെച്ചായിരിക്കാം അവരുടെ ഷോൾഡറിൽ എന്തോ എന്തോ ചെയ്തപ്പോൾ ഞാൻ തച്ചു തരാം. ഇവന് പഴയ തയ്യക്കാരനാണെന്ന് എനിക്കറിയില്ല. കൊച്ചിയിൽ കുറേ കൂതറ കുമ്പിളർ ഇറക്കിയിട്ടുണ്ട്, അവതാരകർ എന്ന് പറഞ്ഞ് കുഴഞ്ഞാടാനായിട്ട് ഈ സിനിമാ നടന്മാരുടെ മുന്നിലേ. അപ്പോൾ അവർ കുഴഞ്ഞാടുമ്പോൾ അവൻ ആ ലെവലിൽ തറ ഡയലോഗ് പറയും. ഈ പ്രേഗ മാർട്ടിനെയൊക്കെ എന്തിനാണ് നീ ഹോട്ടൽ റൂമിൽ വെളുപ്പാകാലത്ത് വന്നതെന്ന് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ചട്ടിയിലായെന്ന്. പക്ഷേ പോലീസിന് അതിൽ താല്പര്യമില്ല. ഒരു വിഭാഗത്തിൽ ഞാൻ അറിഞ്ഞ അറിവ് ശരിയാണെങ്കിൽ ആ കേസിൽ ഇവൻ പെടുന്നതിന് 10 മിനിറ്റിന് മുമ്പ് റെയ്ഡ് നടന്നിരുന്നെങ്കിൽ ഇവിടുത്തെ പുരോഗമന വിപ്ലവ പ്രസ്ഥാനം പറഞ്ഞു നടക്കുന്ന ഒരു നടിയും അവരുടെ ഭർത്താവും അകത്തായനെ. ഈ ഇഷ്യൂവിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ നഷ്ടം വരുന്നത് വിൻസി അലോഷ്യസിന് മാത്രമായിരിക്കും.